നമ്മുടെ രാജ്യത്ത് ഈ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നും. 2014 മുതൽ കോൺഗ്രസ്സിന് കുത്തനെ തകർന്നടിയുന്ന തരത്തിലുള്ള പരാജയമാണ്. ഈ ഓരോ പരാജയം ഉണ്ടാകുമ്പോഴും ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ പയ്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, 19 വയസ്സിന് മുകളിലുണ്ട്, 56 വയസ്സുണ്ട്. ഇനി അപ്പം പയ്യൻസ് എന്നുള്ളത് ഈ അത്തരത്തിലുള്ള ഈ ചാവല്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോൽവി ഉണ്ടായപ്പോൾ എന്നെക്കൊണ്ട് ഇതൊന്നും വയ്യേ എന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് രാജ്യം കടന്ന ആളാണ്. ഒന്ന് ആലോചിക്കണം, നരേന്ദ്രമോദിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രിയെ നേർക്ക് നേർ നിൽക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നിയോഗിച്ച് നിർത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരാളെയാണ്. പല ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയരുന്നത്. ഇത് എത്ര കാലം ഇത് കോൺഗ്രസ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകും? കട കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. സ്റ്റോക്ക് സാധനത്തിന്റെ നമ്മൾ കണ്ടിട്ടില്ലേ, ആടിയ സെയിൽ എന്നൊക്കെ പറഞ്ഞെങ്കിൽ കട കൂട്ടാ 90% ഡിസ്കൗണ്ടിൽ സാധനം അടിക്കുന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് സാധനം തീരുമ്പോൾ കട കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പിന്നെ കച്ചവടം നടക്കത്തില്ല. സാധനം തീർന്നിട്ടില്ല, അത് പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നൊക്കെ. അപ്പം ഇതിനകത്ത് ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഭയങ്കര അപകടത്തിലേക്കാണ് ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇപ്പം പ്രണബ് മുഖർജിയുടെ മകൾ ശർമിള മുഖർജി പറഞ്ഞിട്ടുണ്ട്, ഇയാളെ ഇതിന് കൊള്ളത്തില്ല. 24 മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന വ്രതമെടുത്തിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ മുമ്പിൽ വല്ലപ്പോഴും ടൂറിന് വരുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിൽക്കുന്ന ആളിനെ ഇതിന് കൊള്ളത്തില്ല. ഇത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട ശരത് പവാർ ഉണ്ട്, അദ്ദേഹം ഇപ്പോഴും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. 84 വയസ്സും പിന്നെ ഈ രോഗമൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ചില കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും അതിനെ കൊണ്ടുകയറാൻ കഴിയുന്നില്ല. എന്നാലും രാഷ്ട്രീയ ചാണക്യൻ എന്ന് മഹാരാഷ്ട്രയിൽ ഇപ്പോഴും വിളിക്കുകയും അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയും അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്താൽ അതിനപ്പുറം ഒരു ഓപ്പറേഷൻ മറ്റുള്ളവർക്കും പറ്റത്തില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഉള്ള ഒരു മനുഷ്യൻ. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇവിടെ ഉറക്കത്തിൽ പോലും ഇത് ചിന്തിച്ച് കിടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതിന് മുമ്പിൽ വല്ലപ്പോഴും വന്നിട്ട് ഇല്ല മീൻ വന്ന് മേളിൽ കൊമളയിടുന്ന പോലെ കൊമളയിട്ടിട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവ് ഒന്നും ഇത് പിടിച്ചാൽ കയറത്തില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രതിപക്ഷം ഒന്നും കയറ്റിയാൽ ഇവിടെ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു സംവിധാനവും ഉണ്ടാകത്തില്ലെന്ന് അയാളും പറഞ്ഞു. അപ്പം രാജ്യത്തിന്റെ ഭരണത്തലവനെ പോലെ തന്നെ ജാഗ്രതയോടും എപ്പോഴും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആവണം. 24 മണിക്കൂറും അദ്ദേഹം, മറ്റേയാൾ 24 മണിക്കൂറുണ്ട്, ഇയാൾ 25 മണിക്കൂർ നിൽക്കണം. 20 മണിക്കൂർ ഇല്ല നിൽക്കണം, എന്നാലേ അതിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതേ രീതിയിലേക്കുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെന്ന് ഇന്ത്യ മുന്നണി വന്നല്ലോ. കഴിഞ്ഞ 2024 ഇന്ത്യ മുന്നണി വന്നു, യുപിയിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി, പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടാക്കി, പശ്ചിമ ബംഗാൾ പ്രതീക്ഷ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് വേണ്ട വിധത്തിൽ വൃത്തിയാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാദേശിക നേതാക്കന്മാർക്ക് ബോധ്യമുണ്ടാകുന്ന രീതിയിലേക്ക് അവർക്ക് ബോധ്യം, സാറിന് ബോധ്യം വരണം, ഒരുത്തനെ ബോധ്യം വരണമെങ്കിൽ സാറിനെക്കാട്ടി കൊള്ളാവുന്നതിനാണ് സാറിന് വേണം. അല്ലെ സാർ അംഗീകരിക്കൊന്നുമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോത്തേ ഉള്ളൂ. സാറിനൊരുത്തനെ സാറിൻ്റെ ലീഡറായിട്ട് തോന്നണമെങ്കിൽ സാറിനെക്കാട്ടി കഴിവും പ്രാപ്തിയും കാര്യങ്ങൾ ഉരുത്തിരിക്കാനും കൊണ്ടു നടക്കാനും നിങ്ങളെ കാട്ടിൽ മെച്ചമായിരിക്കണമെന്ന് സാറിന് തന്നെ തോന്നണം. എന്നാലേ നമ്മളയാളെ കൊള്ളാം. അതിപ്പോൾ ഈ പറയുന്നത് സ്റ്റാലിന് തോന്നിയിട്ടില്ല. ഇപ്പോൾ സ്റ്റാലിൻ അത് പൊളിച്ചടുക്കി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു മാന്യത വെച്ചിട്ട് ഇയാളുടെ കൂടെ നിന്നതാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നൊരു പാരമ്പര്യമുണ്ട്. ഇവനെ കൊണ്ട് കൊള്ളില്ലാത്തവനും അല്ലെ സമയം വന്നപ്പോൾ കാല് വാരുന്നവനുമായിട്ടുള്ള ഒരുത്തൻ ഇനി അതിൻ്റെ കൂടെ കൂടുതൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇത് നേരത്തെ പൊളിഞ്ഞു പോയപ്പോൾ വന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ പേരെന്തോ മമത, അവരുടെ പേര് പോലും മമതാ ബാനർജി. അവരിപ്പം വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടോ ഇനി അവരുമായിട്ട് കാര്യം ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. അവരൊന്നും ഇയാളെ അടുപ്പിച്ചിരുന്നിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് പലയിടത്തും അഖിലേഷ് യാദവ് അടുപ്പിച്ചിരുന്നിടത്ത് അഖിലേഷ് യാദവിന് ഇപ്പോൾ അതിർത്തിയാണ്, അങ്ങോട്ട് വരണ്ട. ഈ പറയുന്ന കോൺഗ്രസിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഈ ബീഹാറിൽ ലാലുവിന്റെ മകൻ പറയുന്നത്. ഞാൻ പണ്ടാരം ഉടങ്ങിപ്പോയത്. അപ്പം ഇതേ പലരും ഈ മുന്നണിയിലേക്ക് അടുക്കാൻ താല്പര്യപ്പെടാത്തത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തന്നെയാണ്. നേതൃത്വം തന്നെ. അപ്പൊ അതിപ്പം അതായതുകൊണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് പ്രാദേശിക പാർട്ടികൾ പോലും രാഹുലിന്റെ നേതൃത്വത്തെ അംഗീകരിച്ച്, അല്ലെങ്കിൽ രാഹുൽ ഇപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതാത് സംസ്ഥാനങ്ങളിൽ ആ ഒരു കീഴ്വഴക്കം അനുസരിച്ച് മാന്യത വെച്ച് ഒരു സഖ്യത്തിന്റെ രീതി അനുസരിച്ച്
നിന്നു കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ പോലും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് അതിന്റെ അർത്ഥം എന്തോ സാറേ, ഇയാളെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഷയം ഇനിയില്ല. ആണ് ഇപ്പം ഈ യു പിയിൽ ഇലക്ഷൻ വരുമ്പോൾ അവന് ആഗ്രഹം കാണും, പ്രധാനമന്ത്രി ആവാനുള്ള ആഗ്രഹം കാണും. ഇപ്പൊ എനിക്കും പ്രധാനമന്ത്രി ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അത് നടന്നു വരണമെങ്കിൽ നടന്നു വരണമെങ്കിൽ പ്രയാസമായിരിക്കും. ഒരു സാധ്യത വന്നാൽ നോക്കാമെന്നുള്ളതല്ല. പക്ഷെ യു പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവന് ഇപ്പോഴും ആലോചിക്കാനും വരാനുമുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. പണി ചെയ്താൽ അഖിലേഷ് യാദവ് ആ പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇയാൾ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ പണിയെല്ലാം പാളിപ്പോകുന്ന ഒരവസ്ഥ ഒന്നും അയാളെ മാറ്റി നിർത്തി പോകത്തില്ലേ? കഴിഞ്ഞ 2024 ഇലക്ഷനകത്ത് 6% താഴെയുള്ള കോൺഗ്രസിന് അവിടെ വേണ്ടപ്പെട്ട സീറ്റ് കൊടുത്ത് 10, 12, 13 സീറ്റ് അവിടെ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ കോൺഗ്രസിനെ കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ അയാൾ പിന്നെ ഇയാളെ കൂട്ടി യോജിപ്പിക്കൂ. ഇനിയിപ്പോ തമിഴ്നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സീറ്റ് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്കുന്ന ഇപ്പൊ കോൺഗ്രസ് ഏതെങ്കിലും ഒരു MP ഉണ്ടാക്കൂ? ഒരിക്കലും DMKയുടെ കൂടെ ഒന്നുമില്ലേ? അയാൾ ഇനി ഇവരെ കൂടെ കൂട്ടൂ? അപ്പൊ ഈ ലാലു പ്രസാദ് യാദവിന്റെ ഭാഗമായിട്ട് നിന്ന് അവിടെ ലാലു പ്രസാദ് ഈ ഇലക്ഷന് എല്ലാവരും എഴുതി വെച്ചതാ. അവിടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ആൾ ഏക ഒന്നാമതെ ഓർമ്മയില്ല, പൊക്കണമില്ല, അല്ലെങ്കിൽ മറ്റു പലതുമില്ല. നരേന്ദ്രമോദി ഒരു പ്രാവശ്യം സ്റ്റേജിൽ ഇരുന്നപ്പോൾ ചോദിച്ചു, ഈ അദ്ദേഹത്തിന്റെ പേര് മറന്നു. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞു. കുറ്റമല്ല, പ്രായത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഓർമ്മ നമുക്ക് പെട്ടെന്ന് വരത്തില്ല. അത് അദ്ദേഹത്തിന്റെ അത്രയ്ക്ക് നിന്ന ഭരണവിരുദ്ധ വികാരം അതുപോലെ നിന്ന ഒരു ഇടത്താണ് ഇയാൾ പോയി വോട്ട് ചോരിയും മറ്റേതും മറിച്ചതും നടത്തി, അവിടെ കുറെ പ്രകടനവും നടത്തി, അദ്ദേഹത്തിന്റെ കുറെ റോഡ് ഷോയും നടത്തി. അവിടെ ഉണ്ടായിരുന്ന സാധ്യത മൊത്തം കെടുത്തി. അവസാനം വന്ന സീറ്റ് തർക്കം വന്നപ്പോൾ പുള്ളിക്ക് സീറ്റിന് തർക്കമായി ഇരുന്ന്. അതായത് ഭരണപക്ഷത്ത് വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അല്ലെങ്കിൽ മറ്റു പലരും ഈസി ആയിട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നിടത്താ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷമെങ്കിലും ഉണ്ടായിരുന്നു. ബീഹാറിൽ ഈ പ്രാവശ്യം പ്രതിപക്ഷം പോലും ഇല്ല. അതും ഇയാളുടെ കുഴപ്പമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇയാളെ ഇപ്പം പല നേതാക്കന്മാരും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെ ഇവര് പറയുന്നെങ്കിലും ഇവർക്ക് കൂട്ടിയാൽ കൂടുന്ന ഒരു അവസ്ഥ ഇല്ല. വേറെ അല്ല, വല്ലാത്തൊരവസ്ഥ സാറേ, തകർത്ത് കളഞ്ഞു സാറേ. നമ്മൾ പറയുമ്പം രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പം ഇത്രയും വലിയ രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്ന ഒരു 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 സംവിധാനമുണ്ടോ? അതായത് പ്രതിപക്ഷത്തിനകത്ത് ഈ അഭിപ്രായത്തിലാണ് ഇന്ത്യ മുന്നണിക്കകത്ത് പല നേതാക്കന്മാരും നിൽക്കുന്നത്. എന്നാൽ അവർക്ക് കൂട്ടിയാൽ കൂടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളില്ല. കാരണം ഈ പറയുന്ന ശരത് പവാറിന്റെ അവസ്ഥ അറിയാമല്ലോ. അയാൾ അവിടുത്തെ വലിയ പാർട്ടിയാണ്. കരിമ്പ് കർഷകരുടെക്കും അല്ലെങ്കിൽ കാർഷിക മേഖലയിലും എങ്ങനെ നിന്നാലും 50 സീറ്റ് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ CPM പറ്റിയല്ല, അവിടെ നിന്നാണ് കയ്യിൽ നിന്ന് പോയില്ലേ? അയാളുടെ മൂലം അടത്തിക്കൊണ്ട് BJP അങ്ങ് പോയില്ലേ? ഒന്നാലോചിക്കാം, ആ പാർട്ടി അവിടുത്തെ ശക്തമായിട്ടുള്ള പാർട്ടി, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തും ആര് വന്നാലും ഇയാളോട് ചോദിക്കാതെയും ഇയാൾ വിചാരിക്കാതെയും ഭരണം നടത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു പാർട്ടിയുടെ അവസ്ഥ. ഇപ്പം അച്ഛനും മോളും മാത്രമോ ആരാ കാര്യം? BJP-യാ. ഇത് ലാലുവിന്റെ അവിടുത്തെ ഈ സംവിധാനം ഉണ്ടാക്കിയെടുത്തതിന് കാര്യം ആരാ? BJP-യാ. അഖിലേഷ് യാദവിന്റെ അടുത്ത ഇപ്പൊ ആഭ്യന്തര വിഷയം അവിടെ ഉരുത്തിരിഞ്ഞേക്കുന്നതിനകത്തും ആ പാർട്ടിയെ പൊളിച്ചതിനകത്തും BJP-യാ. അതിനു മുമ്പ് മായാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ അടക്കി വാണിരുന്ന, അറിയാമല്ലോ, ക്യാൻഷിറാമിന്റെ പാർട്ടി, അവരെ നോട്ട് നിരോധനത്തിന് ശേഷം അവരെന്ത് ചെയ്യുന്ന പോലും അറിയത്തില്ല. അപ്പൊ ഇതേ രീതിയിൽ സംസ്ഥാനത്തുടനീളം സംസ്ഥാനത്തല്ല, നമ്മുടെ ഇന്ത്യയിലുടനീളം ഒരുപക്ഷെ പ്രതിപക്ഷമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? എല്ലാവരും കഴിഞ്ഞ 2024 പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം രക്ഷയില്ല കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 241 ഉള്ളൂ BJP-ക്ക്, പ്രതിപക്ഷത്തിന് ഇത്രയുണ്ട്. എന്തിയെ പ്രതിപക്ഷം? എന്തിയെ സാറേ ആം ആദ്മി? എന്തിയെ സാറേ അഖിലേഷ് യാദവിന്റെ അവിടെ ഉണ്ടെന്ന് പറയാം. പഞ്ചാബ് ഭരിക്കുന്നുണ്ടെങ്കിലും പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരിക. പഞ്ചാബിൽ അതിനെക്കാട്ടി വലിയ പ്രശ്നമല്ലേ? ഈ പറഞ്ഞതുപോലെ ആകപ്പാടെ ഉദ്ധവ് താക്കറെ എന്ത് ചെയ്യും? അതിനകത്ത് ഇനി 3 എണ്ണം കൊണ്ട് നിൽക്കുക. 20 MLA-മാര് 14 പേര് മറ്റേയുടെ കൂടെ എപ്പ പ്രഖ്യാപനം മതി. അതായത് ഓരോ ഇടത്തും ഈ പറയുന്ന അവിടെയും സഹായിച്ചുകൊണ്ടിരുന്ന, കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഘടകകക്ഷിയായി. ഘടകകക്ഷിയെല്ലാം പൊളിച്ചു, കോൺഗ്രസ് ഇല്ല. അത് അടുത്ത പ്രാവശ്യം ഈ രീതിയിൽ ആ പോക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ 2019 ഇലക്ഷന് മുമ്പ് തന്നെ ഇവർ 3-2 ഭൂരിപക്ഷത്തിൽ പാർലമെന്റിൽ വരും. അതിനുശേഷം ഇലക്ഷനെ നേരിടാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനം പ്രതിപക്ഷത്തും ഇല്ല. അതിന് കൊള്ളാവുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയുമില്ല. അത് പരസ്യമായിട്ട് അതിനകത്തു നിന്ന് തന്നെ വെളിയിൽ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അവിടെയും ഒരു അബദ്ധമുണ്ട്. ആരെ ഇതിന് പകരം സ്ഥാപിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരവില്ല. അതായത് വല്ലാത്ത പ്രതിസന്ധി എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ഇന്ത്യയിൽ ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും BJP-യും ഒക്കെ വിചാരിക്കുന്നിടത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് നമ്മൾ പറഞ്ഞു, പ്രതിപക്ഷം ആര് വേണമെന്ന് അവരങ്ങ് തീരുമാനിക്കും ഓരോ സംസ്ഥാനത്ത്.
ഇന്നാണ് മതി. പശ്ചിമ ബംഗാളിലെ അവസ്ഥ ഏതാ? അതെ. ബീഹാറിലെ അല്ലെങ്കിൽ ഇനിയിപ്പം പലയിടത്തും അവസ്ഥ ഏതാ? അവരുടെ പ്രതിപക്ഷത്തിരിക്കേണ്ട ആര്? അവർക്കിപ്പം ഈ പണ്ട് പറയുമായിരുന്നു BJP MLA-മാരെ ചൂണ്ടിക്കൊണ്ട് പോകുന്നു, MP-മാരെ ചൂണ്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ MP-മാരെ MLA-മാരെയും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നിടത്ത് പറയാം, നിങ്ങൾ അവിടെ നിന്നാൽ മതി, വേറെ ബ്ലോക്ക് കേട്ടോ, ഇന്നതായിട്ടൊരു പാർട്ടി കേട്ടോ, MLA-മാർ നിങ്ങൾ അവിടെ നിന്നാൽ മതി, വേറെ ബ്ലോക്ക് ഇന്നായിട്ട്. എന്തു സാറേ എന്തോ രാഷ്ട്രീയം എന്നാലും ചോദിക്കും. അവരുടെ അകത്ത് ആള് വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു ബ്ലോക്ക് അല്ലെ ഇന്നതുപോലൊരു പാർട്ടി ഉണ്ടാക്കി നിന്നോളാനാണ്. ഇതേ രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം, അല്ലെങ്കിൽ അത്തരത്തേക്ക് രാഷ്ട്രീയം അതേ രീതിയിൽ, അത് അവരുടെ അകത്തെ തീരുമാനവും ഒരുപക്ഷെ എതിരെ നിൽക്കുന്ന ആരെന്ന് വേണമെന്ന് വരെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്സ് മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.